മലയാള സിനിമയുടെ നിലയ്ക്കാത്ത പ്രസരിപ്പാണ് ജയറാം എന്ന നായകൻ. 2 പതിറ്റാണ്ടിന് ശേഷവും നിത്യഹരിതമായി തുടരുന്ന ആ നടന വൈഭവത്തിൻ്റെ ഏറ്റവും പുതിയ നാഴികക്കല്ലാണ് സത്യനന്ദിക്കാടിൻ്റെ ഭാഗ്യദേവതയിലെ ബെന്നി. ചിത്രത്തിൻ്റെ വൻ വിജയം അദ്ദേഹത്തിൻ്റെ 2ാം വരവ് അരക്കിട്ടുറപ്പിക്കുന്നു. ജയറാമത്ത് അല്പനേരം. ഭാര്യയാണോ ഭാഗ്യദേവതയാണോ ഭാഗ്യം തിരിച്ചു കൊണ്ടുവന്നത്? രണ്ടും എന്ന് പറയാം. കാരണം ഒരു ഇടക്കാലത്തിന് ശേഷം ഒരു നല്ല ബ്രേക്ക് കിട്ടിയ സിനിമയായിരുന്നു വെറുതെ ഒരു ഭാര്യ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഭാഗ്യദേവത. അതെ, നിറയെ പേര് വഴിക്ക് കാണുമ്പോൾ ചോദിക്കാറുണ്ട് ഭാഗ്യദേവത പാർവതിയാണോ അല്ല മോളാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എല്ലാം ഭാഗ്യം. ഒരു നടൻ്റെ കരിയറിൽ ഒരു ലീൻ ഗ്രാഫ്, ദാറ്റ്സ് എ വേ ഓഫ് ലൈഫ് അല്ലേ, ഒരു ലീൻ ഗ്രാഫ് ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു അത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ജയറാം ഇത് ഇടയിൽ വെച്ച് കണ്ടിട്ടുണ്ടോ? ഒരു മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നോ അങ്ങനത്തെ സംഭവം സംഭവിക്കാം എന്നുള്ളത്? അങ്ങനെയില്ല. ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഇല്ലെങ്കിൽ ലൈഫിൽ ഒരു കാര്യത്തിനും ഒരു സന്തോഷവും സുഖവും ഉണ്ടാവില്ല. കുറച്ച് ദാരിദ്ര്യം 2-3 ദിവസം പൈസയ്ക്ക് നമുക്ക് ഇത്തിരി അത്യാവശ്യം വന്നിട്ട് പെട്ടെന്ന് കുറച്ച് പൈസ കിട്ടുമ്പോൾ അതിൻ്റെ സന്തോഷം വേറെ ആയിരിക്കും. കുറച്ച് ദുഃഖിച്ചിട്ട് കുറച്ചൊരു സന്തോഷം വരുമ്പോൾ ഉണ്ടാവും. എല്ലാ അപ്പ് ആൻഡ് ഡൗൺസും നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു ആൾക്ക് ഇങ്ങനത്തെ കരിയറിൽ ഈ എന്താ പറയുക, ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു കരിയറിൽ ചെറിയൊരു വ്യതിയാനം ചലിക്കുമ്പോൾ ആൾക്കാരുണ്ടല്ലോ ഇത് പെരുപ്പിച്ച് അത് മാത്രം പറയും. താങ്കളുടെ അച്ചീവ്മെൻറ്റ്സ് പറയുന്നതിനേക്കാൾ കൂടുതൽ ഏതൊരു നടനും അതെങ്ങനെ അതിജീവിച്ചു ആ കാലഘട്ടം? അതായത് 10 സിനിമ ഓടുന്നതിനേക്കാൾ ആൾക്കാർക്ക് സന്തോഷം ഒരു സിനിമ പൊട്ടിയെന്ന് പറയാനാണ്. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഹ്യൂമൻ ബീയിങ് നേച്ചറാണ്. ഇപ്പം നമ്മളെ പറ്റി ഒരു ഏറ്റവും നല്ല പത്രങ്ങളിൽ ഏറ്റവും നല്ല ന്യൂസുകൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നതിനേക്കാൾ ഏതെങ്കിലും ഒരു ആരും വായിക്കാത്തൊരു പത്രത്തിൽ ഒരു ഗോസിപ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ വായിച്ചില്ലേ കണ്ടിരുന്നോ, അതൊരു നേച്ചറാന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒരു വിജയങ്ങളും ആഗ്രഹിക്കാത്ത, അതായത് സാധാരണക്കാരനെ പോലെ ഒരു പെട്ടിയും തൂക്കി ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് രാവിലെ മുതൽ നടക്കുകയും വൈകുന്നേരം മിമിക്രിക്ക് പോയി ചേരുന്ന എനിക്ക് ജീവിതത്തിൽ ഇങ്ങനൊരു ഗ്രാഫ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലില്ല. ഒരു ലാംബ്രട്ടർ സ്കൂട്ടറിനേക്കാൾ ഒരു കാറ് ജീവിതത്തിൽ മേടിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയ മാരുതി തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റാണ്. പിന്നെ ബാക്കി കിട്ടുന്ന മുഴുവൻ ബോണസാണ്. അപ്പോൾ ഒരിക്കലും അയ്യോ ഞാനിങ്ങനെ ആയിപ്പോലെന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കില്ല. കിട്ടിയത് മുഴുവൻ ഒരു ഭാഗ്യമായിട്ടും ബോണസായിട്ടും. അതിനേക്കാളൊക്കെ ഉപരി ദൈവം തന്നതെന്ന് പറഞ്ഞാൽ നല്ല കുടുംബം, മക്കള്, ഭാര്യ, സമാധാനം, ഇതൊക്കെയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ബാക്കിയൊക്കെ വരും പോവും. പിന്നെ പത്മരാജൻ പുരസ്കാരത്തിൽ താങ്കൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഈ ജയപരാജയങ്ങളിൽ എപ്പോഴും കൂടെ നിന്നിരുന്ന ഗുരുത്വമാണ് എൻ്റെത്. അത് പറയാനുള്ളൊരു കാരണം എന്തായിരുന്നു? അത് വേറെ ഒന്നുമില്ല. അത് നമുക്ക് ഒരു 4 ആളെ പറഞ്ഞറിയിക്കാനുള്ള കാര്യമേ അല്ല. എന്നാൽ പോലും ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ മാതാപിതാ, ഗുരു, ദൈവം എന്ന് പറയുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു മാതാപിതാക്കൾക്ക്, എൻ്റെ അച്ഛനമ്മയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്കൊരു താങ്ങായി നിന്നിട്ടുള്ളത് ആ കുടുംബമാണ്. ഉണ്ടാകാൻ കാരണം അതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് വേറെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു കരിയർ ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊരു ഗുരുത്വം. അത് എനിക്ക് എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത്, അല്ലെങ്കിൽ അതിനേക്കാൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഒരു ഡ്രീം ലോഞ്ച് ആയിരുന്നു അല്ലേ ആ കാലത്തെ. ഐ തിങ്ക് വേറെ ആർക്കും കിട്ടി കാണില്ല. എന്നും രാവിലെ മേക്കപ്പ് മുഖത്ത് തൊടുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഓർക്കുന്ന രൂപം സാറിൻ്റെ രൂപമാണ്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ അച്ഛൻ്റെ ഇതുപോലെ ഞാൻ മനസ്സിലെത്തിട്ടത്. അപ്പോൾ ആ ഒരു ഗുരുത്വം ഉള്ളതുകൊണ്ടായിരിക്കാം ഞാൻ എപ്പോഴും പറയുന്നത്, എത്ര ഗർത്തങ്ങളിലേക്ക് വീഴുമ്പോഴും ഒരു ആരോ എന്നെ താങ്ങി പിടിച്ച് മുകളിലേക്ക് ഇടാറുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് എപ്പോഴും ഒരു സക്സസ് സ്റ്റോറി മലയാളം സിനിമയിൽ ഓൾഡർ ജനറേഷൻ തന്നെയാണ് എന്ന് തോന്നുന്നുണ്ട്. മലയാള സിനിമയിൽ ഉള്ളവരെല്ലാവരും തന്നെ അത്രയും ഒരു കഴിവുള്ള കലാകാരന്മാർ തന്നെയാണ്. അല്ലെങ്കിൽ ഒരിക്കലും മലയാള സിനിമയിൽ ഒരു ലോങ് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ബാക്കി പല ഭാഷകളിലും ഇപ്പോൾ ആളുകൾ പറയാറുണ്ട്, ഇപ്പോൾ തമിഴിൽ, തെലുങ്കിലൊക്കെ നന്നായിട്ട് ഡാൻസ് ചെയ്യും, നന്നായിട്ട് ഫൈറ്റ് ചെയ്യും. അല്ല, അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ അത് ഡാൻസ് എന്ന് പറയുന്നതും ഫൈറ്റ് എന്ന് പറയുന്നതും മമ്മൂട്ടി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഡാൻസും ഫൈറ്റും ഒരിക്കലും ആക്ടിങ്ങിൽ വരുന്നതല്ല, രണ്ടും ആക്രോബാറ്റ്സാണ്. സർക്കസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാൾ നന്നായിട്ട് ഒരു ഹെൽപ്പും ഇല്ലാതെ കറങ്ങിയടിച്ച് നിൽക്കുന്ന ആളെ കാണാം. എത്രയോ നല്ല ഡാൻസേഴ്സിനെ സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് രണ്ടും അല്ലാതെ ഇൻ ബിറ്റ്വീൻ അഭിനയിക്കുക എന്ന് പറഞ്ഞൊരു സംഗതി കൂടിയുണ്ട്. അതില്ലാതെ ഒരു സർവൈവലും നടക്കാത്തൊരു ഭാഷ മലയാളമായിരിക്കും. അതെ, ആ മലയാളത്തിലൊരു കുറച്ച് പടങ്ങൾ സക്സസ് ആക്കുക, അല്ലെങ്കിൽ ഒരു 10-20 വർഷം 25 വർഷമൊക്കെ നിൽക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമില്ല, ബിലീവബിളാണ്. അതാണ് നമ്മൾ ഹാറ്റ്സ് ഓഫ് മമ്മൂട്ടി, മോഹൻലാലൊക്കെ നമ്മൾ നമിച്ചു പോകുന്നതിനാണ്. ഒരു ഭാഷയിൽ 30 വർഷക്കാലമായി ഒരേ ലെവലിൽ നിൽക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ ഞാൻ ഒരു ഇതായിട്ട് പറഞ്ഞാൽ തന്നെ, ഞാൻ
പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മമ്മൂട്ടിയുടെ അടുത്ത് നിന്ന് ഒരു ഓട്ടോഗ്രാഫ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി നിന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആശാനെ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഞങ്ങളുടെ നാട്ടിൽ നടക്കുമ്പോൾ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുക. എന്ത് ചെയ്യുന്നോ ഇപ്പോൾ ചോദിച്ചിട്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞ മിമിക്രിയൊക്കെ ചെയ്യാറുണ്ട്. എവിടെ? കലാഭവനില്ല. അതെയോ, ഞാൻ എവിടെയോ കണ്ട പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു ഒപ്പിട്ട്. അതിനുശേഷം ഞാൻ കലാഭവൻ കഴിഞ്ഞ് മിമിക്രി കഴിഞ്ഞ് സിനിമയിൽ വന്ന് ഇത്രയും വർഷമായി. ഞാൻ കല്യാണം കഴിച്ച് എൻ്റെ മോൻ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറായി. ഇപ്പോഴും അവർ അതേപോലെ അതേ പോസ്റ്റിൽ നിൽക്കുന്നില്ലേ സിനിമയിൽ. ഇപ്പോൾ ഒരു താങ്കളൊരു പഴയ ചിത്രം രണ്ടാമത് സീക്വൽ എടുക്കണം ആഗ്രഹിച്ചത് ഇപ്പോൾ ഹരിഹർ നഗറിന്റെ മോഡലിൽ വരികയാണെങ്കിൽ ഏത് പടമായിരിക്കും ജയറാമിന് ആഗ്രഹം? ഹരിഹർ നഗർ ഓടിയതോടുകൂടി രണ്ടാം ഭാഗം എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ നട്ടോട്ട് ഓടുകയാണല്ലേ. എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു 1-2 പടങ്ങൾ ചെയ്യട്ടെ, മറ്റേത് മേലെപ്പറമ്പിലാണ് വീട് ചെയ്യട്ടെ, പിന്നെ വേറെ ഏതാ 1-2 കൂടി ചോദിച്ചു. കാര്യമില്ല. പിന്നെ ഒരു പാർട്ട് അതോടുകൂടി കഴിഞ്ഞു. അത് വല്ലപ്പോഴും സംഭവിക്കുന്നൊരു വിജയങ്ങളായിരിക്കാം. അതിനുവേണ്ടി നമ്മൾ എല്ലാ ചിത്രങ്ങളുടെയും സെക്കൻഡ് പാർട്ട് എടുത്തിട്ട് കാര്യമില്ല. പക്ഷേ ഒരു കോമഡി റോള് ചെയ്യുമ്പോൾ സാധാരണ ഫീമെയിൽ ആക്ടർ ചെയ്യുന്ന കോമഡി റോളും മെയിൽ ആക്ടർ ചെയ്യുന്ന കോമഡി റോളും തമ്മിൽ വ്യത്യാസം എന്തായിരിക്കും? ലൈക്ക് ഓൺ എ ക്യൂ, യൂഷ്വലി ക്യൂ തരുമ്പോൾ ഓപ്പോസിറ്റ് ആൾ ക്യൂ തരുമ്പോൾ നിങ്ങളുടെ കോമഡി നന്നാവണം. ഒരു ഫീമെയിൽ ആക്ടർ ഉർവശിയോ അല്ലെങ്കിൽ ശോഭനയോ മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെ റേറ്റ് ചെയ്യാറ് ഒരു ഫീമെയിൽ ആക്ടറിൻ്റെ കോമഡി? അങ്ങനെയില്ല. എനിക്കത് പൂർവശീയമായിട്ടാണ് അങ്ങനത്തെ വേഷങ്ങൾ കൂടുതലായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. തലേണമന്ത്രം, മഴവിൽക്കാവടി പറയുന്ന കുറേ സിനിമകൾ. അതിൻ്റെ ഏറ്റവും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഉദാഹരണം പറഞ്ഞാൽ പഞ്ചതന്ത്രം എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമ, കമലഹാസൻ. അപ്പോൾ ഭയങ്കര സട്ടിൽ ഹ്യൂമറാണ്. ഒരു സാധനം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ തന്നെ ബ്യൂട്ടി പാർലറിൽ ചെല്ലുമ്പോൾ 2 വെള്ളിരിക്കയുടെ പീസ് എടുത്ത് കൊടുക്കും. അത് കണ്ണിൽ വെക്കാൻ വേണ്ടിയിട്ടാ കുക്കം പറഞ്ഞു. ഉർവശി ആദ്യം മേടിച്ചാൽ തിന്നും. അയ്യോ തിന്നാളാ, സോറി, അടുത്തടുത്ത് കണ്ണിൽ വയ്ക്കും. അതൊക്കെ അപ്പോൾ ഉർവശി തന്നെ ചെയ്തതാണ്. അപ്പോൾ കമലഹാസൻ മാറി എന്ന് പറയുന്നുണ്ടായിരുന്നു. അവരുടെ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ. അതെ, ശരിക്കും അതൊരു യൂഷ്വലി ഞാൻ ജയറാമിനെ മറ്റുള്ള നടന്മാരോട് നിൽക്കുമ്പോൾ യെസ് അതായത് ഭയങ്കര, അതാണ് ഞാൻ ചോദിച്ചത്. സ്ത്രീകളായിട്ടുള്ളൊരു കോമഡി ചെയ്യുമ്പോൾ അത് നിങ്ങളത് ഓവറാക്കാനും പാടില്ല, ഇത് ചെറുതാക്കാനും പാടില്ല. അങ്ങനത്തെ ഒരു ബാലൻസ് എങ്ങനെ കൊണ്ടുവരും? എപ്പോഴും സിനിമയിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ, അത് വില്ലനായാലും ഇതായാലും കൂടെ നടിക്കുക, അവരുടെയും കൂടി കോൺട്രിബ്യൂഷൻ മാക്സിമം നന്നായാലും നമ്മൾ ചെയ്യുന്നത് നന്നാവും. സിനിമയ്ക്കകത്ത് അല്ലാത്ത വേറെ പൊളിറ്റിക്സ് ഉണ്ട്. കൂടെ നിൽക്കുന്നവന് ഡയലോഗ് കൂടുതലാണെങ്കിൽ പതുക്കെ അത് മുറിച്ച് കളയുക, അവൻ്റെ തമാശ കൂടുതലാണെങ്കിൽ പതുക്കെ ആ തമാശ ഇല്ലാണ്ടാക്കുക. ഞാൻ ഒരിക്കലും ചെയ്യില്ല. അല്ല, താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ അങ്ങനെ? ഞാൻ അതിട്ട് നോക്കാറുമില്ല കേട്ടോ. അതെ, ഇല്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. അതൊരു ഇഷ്യൂ ആയിട്ട് എടുക്കാറില്ല. ഉർവശി എപ്പോഴും അത് പറയാറുണ്ട്. കൂടെ നിൽക്കുന്ന ആൾക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹീറോ ആണ് ജയറാം എന്ന് പറയാറുണ്ട്. മാക്സിമം അത് എത്ര നന്നാക്കാൻ പറ്റുമോ അതാണ് ഞാൻ കൂടെ വന്നിട്ട്